ഹലോ, അപ്പം എന്തൊക്കെയുണ്ട്? ഇന്നിപ്പോൾ നമുക്കൊരു ഉന്നക്കായ ഉണ്ടാക്കിയെടുത്താൽ സംഭവം ഇതിപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടക്കായ ആകുമ്പോൾ അത് ഉന്നക്കായ ആകുമ്പോൾ നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു 3 നേന്ത്രപ്പഴം ഇതേപോലെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചെടുക്കുക. ഇനി ഒരു പാനിക്ക് കുറച്ച് ഗീ ചേർത്തിട്ട് നമുക്ക് ഇതിലേക്കുള്ള നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കാഷ്നട്ടും പിന്നെ ബദാമാണ്. അത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും അതിലേക്ക് തേങ്ങ ചെരുവതും പാട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3 ഏലക്കായ ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഷുഗർ പാട് ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴയല്ലേ, അത് കയ്യിൽ കുറച്ച് ഗീ ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒരു ബോൾസ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ആ കോക്കനട്ടിൻ്റെ മിക്സും പാട് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ആദ്യൻ്റെ കൈയും കൂടി വരുന്നുണ്ട്. അവ ഇപ്പോൾ ഒരു കുട്ടി ഷെഫായിട്ടാണ് മാറിയിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ അവൻ്റെ കൈ ഉണ്ടാവും. എന്നിട്ട് എല്ലാം പാട് ഇതേപോലത്തെ ഒരു ഷേപ്പിലാക്കിയെടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് പിന്നെ കൈ ഷേപ്പായിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇതേ ഒരു ഷേപ്പിലാക്കിയെടുക്കുക. ഇനി ചട്ടിക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് നമ്മൾ പിന്നാലെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം പാട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഇനി ട്രൈ ചെയ്ത് നോക്കുന്നത് നമ്മൾ ആദ്യം ആമിയാണ്. അവിടെ എക്സ്പ്രഷൻ കണ്ടാലും മനസ്സിലാവും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.